മാം ഈ ഫ്രോസൺ ഷോൾഡറിന് അതായത് എത്ര ഘട്ടങ്ങളുണ്ടോ? എത്ര സ്റ്റേജസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഓക്കെ. ഗ്രാജുവൽ ആയിട്ട്? അതായത് ഫ്രോസൺ ഷോൾഡറിന് മെയിൻലി 3 സ്റ്റേജസ് ആണ് പറയുന്നത്. 3 സ്റ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലാണെങ്കിൽ വേണമെങ്കിൽ 4 സ്റ്റേജ് ആയിട്ട് തന്നെ കണക്കാക്കാം. മെയിൻ 3 സ്റ്റേജസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫ്രീസിങ് സ്റ്റേജ് ആയിട്ട് നമ്മൾ കണക്കാക്കും. രണ്ടാമത്തത് ഫ്രോസൺ സ്റ്റേജ് ആയിട്ട് കണക്കാക്കും. മൂന്നാമത് തോയിങ് സ്റ്റേജ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ടെക്നിക്കൽ വേർഡ്സിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിന് ഓരോ ടൈം പീരീഡ് ഉണ്ട്. അത് കുറച്ചധികം ടൈം എടുത്ത് ക്രോണിക് ആയിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. സോ ഈ ഫ്രീസിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് പെയിൻ അതാണ് മെയിൻ. ഉം. പെയിൻ ഉണ്ടാവുന്ന സ്റ്റേജാണ് പെയിൻ സ്റ്റേജ് എന്ന് നമുക്ക് അതിനെ പറയും ഫ്രീസിങ് സ്റ്റേജ് എന്നും പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസിങ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടൊരു ഇതും പറയാറുണ്ട്. അതായത് ഫ്രീസ് ആകുന്നതിന് അത്രയും പെയിനിലേക്ക് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ്സിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സ്റ്റേജ്. അപ്പൊ ചെറിയ പെയിനൊക്കെ കാണുള്ളൂ. ഇപ്പം നമ്മൾ ചുറ്റും കാണുന്നതിൽ 100ൽ 99% ആൾക്കാരും ചെറിയ വേദനയ്ക്ക് വരുമ്പോൾ ഇത് 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും. ഉം. അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ കില്ലർ മേടിച്ച് കഴിക്കും. മിനിമം ഒരു പാരസെറ്റമോളെങ്കിലും കഴിക്കും. ആ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്യും. തീർന്നു. വേദനയില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റും മിക്കവാറും നമ്മൾ കണ്ടുവരുന്നത്. ഈവൻ നമ്മളടക്കം മേ ബി അങ്ങനെ ആവാം. അങ്ങനെ തന്നെയാണ് കൂടുതലും കണ്ടുവരുന്നത്. അതുപോലെ ഈ ഫ്രീസിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ പെയിൻ ഇങ്ങനെ അഗ്രവേറ്റ് ചെയ്ത് വരുന്നൊരു ടൈമാണ്. അപ്പൊ നമ്മുടെ ഉള്ളില് ഈ സ്ട്രക്ചേഴ്സിലെല്ലാം തിക്നെസ് കൂടിക്കൊണ്ടേയിരിക്കും. തിക്നെസ് കൂടി വരുന്നതനുസരിച്ച് അത് കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഉറങ്ങി, ഉറങ്ങി, ഉറങ്ങിയിരിക്കാനുള്ള ഒരു ഉം. കണ്ടീഷനിലേക്ക് പോകും. അതിനനുസരിച്ച് പുറമെ ഇൻഫ്ലമേഷൻസ് വല്ലാണ്ട് കൂടും. നമുക്ക് പുറത്തോട്ട് നോക്കുമ്പോ എല്ലാവർക്കും ആ ഒരു റെഡ്നെസ്സും സ്വെല്ലിങ്ങും അറിയാൻ പറ്റണമെന്നില്ല. മേ ബി അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് അത് കാണുമ്പോ അല്ലെങ്കില് പാൽപേറ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ട് നോക്കുമ്പോഴും മറ്റും അറിയാൻ പറ്റിയേക്കും. ഉം. അതല്ലാതെ നമ്മൾ നോക്കുമ്പോ പെട്ടെന്ന് ഒരാൾക്ക് നോക്കുമ്പോ ആ വേദനയുണ്ട്. പക്ഷേ നോക്കുമ്പോ 2 സൈഡിലുള്ള തോളും ഒരുപോലെ ഇരിക്കുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. അല്ലെങ്കിൽ അവനവൻ തന്നെ അവനവന്റെ ശരീരം നോക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളും വ്യത്യാസങ്ങളും തോന്നുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ആ പെയിൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ ഫ്രീസിങ് സ്റ്റേജ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ഒരു 2 ടു 4 മന്ത്സ് അല്ലെങ്കിൽ ഒരു 6 മന്ത്സ് മാക്സിമം പോയാൽ ഒരു 8 മന്ത്സ് അതിനുള്ളിൽ ആ ഒരു ഫ്രീസിങ് സ്റ്റേജ് കംപ്ലീറ്റ് ആവും. എന്നുവെച്ചാൽ അത്രയും പെയിനിൽ നിന്ന് നെക്സ്റ്റ് അതിന്റെ ആ ഒരു സ്റ്റിഫ്നെസ് സ്റ്റേജിലേക്ക് അങ്ങ് പോകും. അതാണ് ഫ്രോസൺ സ്റ്റേജ് എന്ന് പറയുന്നത്.